ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്കായി വ്യാപക പരിശോധന. തമിഴ്നാട്ടിലേക്കും പരിശോധന വ്യാപിപ്പിച്ചു. തിരുത്തുംപാടം പോത്തുണ്ടിയിലെ മലയടിവാരങ്ങളിലും പരിശോധന നടത്തി. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പരിശോധന ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടെ കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 2019 സമാനമായ രീതിയിൽ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷവും ഇയാൾ മുങ്ങിയിരുന്നു. അന്ന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് അയാളെ കിട്ടിയത്. അതായത് ആ സ്ഥലം അത്രയേറെ പരിചിതമാണ് ഇയാൾക്ക്. സ്വാഭാവികമായും പോലീസ് സംഘത്തിന് ഇയാളെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമാവില്ല. ഇതിനിടയിലാണ് ഈ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന ആശങ്ക. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ പ്രതിക്കായി വനമേഖലകളിലും മലയോര മേഖലകളിലും ഒപ്പം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. പോലീസിന്റെ കൂടെ സഹായത്തിനായി നാട്ടുകാരും കൂടി ചേർന്നാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം പോലീസിന് ഈ മലയിടുക്കുകൾ അതുപോലെ ഈ പ്രദേശം അത് ഈ പ്രതിക്ക് നന്നായി അറിയാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പോലീസിന് എത്തിപ്പെടുക കുറച്ചൊരു ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടി ഒരു സഹായത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. വ്യാപകമായ തിരച്ചിൽ തന്നെയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞ് ഒരു സംഘം വനമേഖലയിലും മലയോരത്തിന്റെ തന്നെ വിവിധ മേഖലകളിലായി അങ്ങനെയെല്ലാമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിക്ക് തങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്ന് കാട്ടി കൊടുത്തു. നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തെന്നാണ് പറയുന്നത്. ഈ പ്രതിയെ വിളിച്ച് ചോദ്യം ചെയ്ത് ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരരുതെന്ന് താക്കീത് ചെയ്തിരുന്നു. അതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു കാരണവശാലും നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരരുത്, ഈ വ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ലംഘിച്ച് പോലീസിന്റെ കണ്ണുവെച്ചിട്ടാണ് ഇയാൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെത്തിയത്. അതിനുശേഷം ഈ സുധാകരനും മകളും സ്ഥിരമായി സ്ഥിരമായി വീട്ടിൽ നിൽക്കാറില്ല ഈ പ്രതിയെ പേടിച്ച്. പക്ഷെ ക്ഷേമ പെൻഷൻ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ അതിന്റെ കേസും കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയാണ് സുധാകരൻ എത്തിയത്. അങ്ങനെ സുധാകരൻ രാവിലെ 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഈ പ്രതി ചെന്ന് വെട്ടി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയതാണ് ലക്ഷ്മി. നിലവിളിച്ചതോടെ ഈ അമ്മയെയും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും വ്യാപകമായ ഒരു തിരച്ചിൽ തന്നെ പ്രതിക്കായി നടത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രതിയെ പിടികൂടാനാവുമെന്ന ഒരു പ്രതീക്ഷ പോലീസ് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷെ സമീപത്തൊരു കുളമുണ്ട്. ആ കുളത്തിനടുത്തെത്തിയപ്പോൾ ഈ പോലീസ് നായ അവിടെ നിന്നു. അപ്പോൾ പോലീസ് അടക്കം പറയുന്ന ഒരു സംശയം, ഒരുപക്ഷെ കൊലപാതക ശേഷം ഈ കുളത്തിൽ പോയി പ്രതി കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ വൃത്തിയായതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ പോലീസ് നായ്ക്ക് മണത്ത് ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡ് സഹായത്തോടു കൂടിയുള്ള പരിശോധനയ്ക്ക് വീണ്ടും ഒരു തടസ്സം വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിലുള്ള ഒരു തെരച്ചിൽ അത് വ്യാപകമായി തന്നെ നടക്കുകയാണ്. ശരി ഷംന, ഈ പ്രതി സ്വാഭാവികമായും ഇയാൾക്ക് ആ സ്ഥലം ഏറെ പരിചിതമായതുകൊണ്ട് തന്നെ ഈ കാട്ടിനുള്ളിൽ കയറി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്താൻ പോലീസിന്റെ മാത്രം അന്വേഷണത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ഇപ്പോൾ ഈ പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നത്. ഇയാളൊരു സൈക്കോ ആണ്. വലിയ രീതിയിൽ മറ്റുള്ളവർക്ക് നേരെ അക്രമം നടത്തുന്നയാളാണ്. ഇത് പേടിച്ച് ജീവനിൽ പേടിച്ച് കഴിഞ്ഞിരുന്ന 2 പാവം പിടിച്ച മനുഷ്യന്മാരെ തന്നെയാണ് അയാൾ വെട്ടിക്കൊന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ പോലീസ് ഉത്തരം പറയേണ്ടി വരിക, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാൾ ഈ പ്രദേശത്ത് ഈ പഞ്ചായത്ത് പരിധിയിലേക്ക് കൂടി കടക്കരുത് എന്ന് ജാമ്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ഒരാൾ അവിടെ താമസിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അറിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. പ്രത്യേകിച്ച് ഇത്രയേറെ അക്രമവാസനയുള്ള ഒരാൾ. എന്തായാലും ആ അശ്രദ്ധ 2 പേരുടെ ജീവൻ, അതും നേരത്തെ തന്നെ ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെ കൊന്ന പ്രതിയാണ് ഇയാൾ, 2 പേരുടെ കൂടി ജീവൻ എടുക്കുന്നതിലേക്ക് ഇത് എത്തിച്ചു എന്നതാണ് പറയേണ്ടി വരിക. ഇന്നിപ്പോൾ ഇവരുടെ സംസ്കാരം, അതിൽ ലക്ഷ്മിയുടെ സംസ്കാരം ഇന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. മറ്റു വിവരങ്ങൾ ഷംനയിലേക്ക് വരും മണിക്കൂറുകളിൽ വീണ്ടും എത്താം. ഷംന, ലൈനിൽ അല്പം വ്യക്തത കുറവുള്ളതുകൊണ്ടാണ്. നെന്മാറ പോത്തുണ്ടി ഭാഗത്ത് 2019 വരെ ഈ അയൽവാസികളൊക്കെ വളരെ സ്നേഹത്തിലും സഹോദരത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന കാലമായിരുന്നു. എന്നാൽ
ഇയാൾ ഈ ചെന്താമര എന്ന ഈ ഒരൊറ്റ സൈക്കോപാത്താണ് ഈ പ്രദേശത്തെ ഇങ്ങനെയൊക്കെയുള്ള ദുരന്ത ഭൂമിയാക്കി മാറ്റിയത്. 2019 നടത്തിയ ആദ്യ കൊലപാതകവും ഇപ്പോഴത്തേതിന് സമാനമായിരുന്നു. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര 2 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. പ്രതി ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഒപ്പ് ശേഖരിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി പോലീസ് ഗവനിച്ചില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയാളൊന്നും ചെയ്തില്ലല്ലോ, അതിനുശേഷം അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിട്ട് പേടിക്കണം എന്നൊക്കെ പോലീസാണ്. അങ്ങനെയാണ് പോലീസുകാർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തന്നെ ഇയാൾ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഇച്ചിരി സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ഇയാൾ ജയിലിൽ നിന്ന് വന്ന ശേഷം ഈ 2-2.5 മാസം തൊട്ട് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. കാരണം ഇയാൾ തല താത്തി നടക്കും, ചിലപ്പോൾ മിണ്ടാൻ വരും, നമുക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എപ്പോഴെന്താ ആരെ ചെയ്യണമെന്ന് പോലും അയാൾക്ക് അറിയില്ല, അത്തരത്തിലുള്ള മൈൻഡുള്ള ആൾക്കാരാണ്. ചെന്താമര സൈക്കോ ആണെന്നും പുതിയ വസ്ത്രമിട്ട് ആരെങ്കിലും അയാളുടെ വീടിന് മുമ്പിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ പോലും ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവൻ ഡിസംബറിൽ വന്നതാണ്. ഡിസംബറിൽ വന്ന ശേഷം ഇവർ നേര് വീട്ടിലെ ഉമ്മർത്ത വീടാണ് ആ കുട്ടി. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ജനലിൽ കൂടി നോക്കിയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളെന്തായാലും ഭയങ്കര ഇതുള്ളവനാണ്, അവനെ വിടാനേ പാടില്ല. സൈക്കോ എന്ന് പറഞ്ഞാലും പോരാ, വല്ലാത്തൊരു സൈക്കിളും. അതായത് കുടുംബപരമായിട്ട് പുള്ളി മറ്റേ ഭാര്യയും മക്കളായിട്ട് യാതൊരു പ്രശ്നത്തോടു കൂടിയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ ഈ പുള്ളിയായിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നതാണ് പുള്ളിക്ക് അത് ഇഷ്ടമില്ലാത്ത ആ ഒരു സ്വഭാവക്കാരാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യമാണ് തോന്നുന്നത് സംഭവം. ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതെന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും നെന്മാറ MLA കെ ബാബു പറഞ്ഞു. 5 വർഷമായി ഇയാൾക്ക് പരോള് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒരു 3 മാസമായി ഇവിടെ തന്നെ ഉണ്ട്. ഇവൻ വന്നിടങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ഞാൻ ഇവരെ കൊല്ലുന്നു പൊതുവിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട്. പക്ഷെ ഇത്രയേറെ പകയുണ്ടെന്ന് മനുഷ്യർ മനസ്സിലാക്കില്ല. ഈ സംബന്ധിച്ച് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ വിളിച്ചു. അവനെ പിന്നെ വീഡിയോ ആണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ. ആ നിലയ്ക്ക് ചോദ്യം ചെയ്ത് അവൻ ഇറങ്ങി വന്നാണ്. ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സദ്യ കൊണ്ടുവരുന്നുള്ളതിന് ഒരു തർക്കമൊന്നുമില്ല. ചെന്താമരയുടെ ഭാര്യയും മകളും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങിപ്പോയിരുന്നു. ഇതിന് കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ചെന്താമരയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അതിനിടെ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പി കണ്ടെത്തി. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഇരട്ടക്കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.